Hello all, welcome to another session of Learn Through Questions by Grad Mentor. ഇന്ന് നമ്മൾ 2022 CUET ഇക്കണോമിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. If tea and coffee can be used in place of one another, then which of the following statements hold true? Option A, increase in the price of tea leads to decrease in demand for coffee. Option B, increase in price of tea leads to increase in demand for coffee. Option C, tea and coffee are substitute goods. Option D, decrease in price of tea leads to increase in price of coffee. Option E, tea and coffee are complementary goods. So, ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് രണ്ട് കോൺസെപ്റ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയും. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. കോംപ്ലിമെൻ്ററി ഗുഡ്സ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധനത്തിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന എന്തോ ഒന്ന്, സംതിങ് വിച്ച് ഗൂസ് ടുഗെദർ. സോ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡെഫിനേഷൻ ഒന്ന് നോക്കാം. കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആർ പ്രോഡക്ട്സ് ദാറ്റ് ഇൻക്രീസ് ഇൻ വാല്യൂ when demand for the relative products increases. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ ഡിമാൻഡ് കൂടുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉദാഹരണം, ബ്രെഡ് ആൻഡ് ബട്ടർ, അതാണ് നമ്മളിവിടെ ഇമേജ് കൊടുത്തിട്ടുള്ളത്. അതും അല്ലെങ്കിൽ കാർ ആൻഡ് പെട്രോൾ, അതും അല്ലെങ്കിൽ പെൻ ആൻഡ് ഇങ്ക്. ഇപ്പോൾ സിമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കാറിൻ്റെയും പെട്രോളിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. കാറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ അത്രയും തന്നെ നമുക്ക് പെട്രോളിൻ്റെയും ഡിമാൻഡ് കൂടും. കാരണം പെട്രോൾ ഉണ്ടെങ്കിലേ കാറിന് ഓടാൻ പറ്റൂ. അതേസമയം പെട്രോളിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കാർ ഉള്ളത് കൊണ്ടാണ്. സോ ഒരുമിച്ച് ഇതിൻ്റെ ഡിമാൻഡ് റൈസ് ചെയ്യും, ഒരുമിച്ച് ഇതിൻ്റെ ഡിമാൻഡ് ഫോളോ ചെയ്യും. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗുഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഗുഡിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുക. ഉദാഹരണത്തിന് ടീ ആൻഡ് കോഫി. അപ്പോൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഇസ് എ പ്രോഡക്റ്റ് that can be used as a replacement. ഒരു ഗുഡിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഫോർ അനദർ പ്രോഡക്റ്റ് ബിക്കോസ് ഇറ്റ് സെർവ്സ് ദ സെയിം പർപ്പസ്. ഇപ്പോൾ ടീയും കോഫി, ഞാനിപ്പോൾ ചായ കുടിക്കുന്ന ഒരാളാണ്. ചായയുടെ പ്രൈസ് കൂടുമ്പോൾ ഞാൻ കോഫിയിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ചായയുടെ ഡിമാൻഡ് കുറയുന്നു, കോഫിയുടെ ഡിമാൻഡ് കൂടുന്നു. സോ ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഗ്രാഫിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയും പ്രൈസും ഡിമാൻഡും തമ്മിൽ എങ്ങനെയാണ് ഓരോ കേസിലും റിലേഷൻ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ ജസ്റ്റ് എ ക്വിക്ക് റീക്യാപ്പ്. ജനറൽ ലോ ഓഫ് ഡിമാൻഡ്. ജനറൽ ലോ ഓഫ് ഡിമാൻഡ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ജനറൽ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം പ്രൈസും ഡിമാൻഡും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷനാണുള്ളത്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രൈസ് കുറയും. നേരെ മറിച്ച് പ്രൈസ് കൂടുന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കുറയും. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻ ഉണ്ടെന്നാണ് ജനറൽ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഗ്രാഫ് നോക്കാം. കോംപ്ലിമെൻ്ററി ഗുഡ്സിന്റെ ഗ്രാഫ് ആദ്യം നോക്കാം. ഡിമാൻഡ് ഓഫ് ബ്രെഡ് ഇൻ യൂണിറ്റ്സ്, അതാണ് എക്സ് ആക്സിസിലുള്ളത്. പ്രൈസ് ഓഫ് ബട്ടർ, ബ്രെഡിന്റെ കോംപ്ലിമെന്റ് ആയ ബട്ടറിന്റെ പ്രൈസ് ആണ് വൈ ആക്സിസിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ പ്രൈസ് ഓഫ് ബട്ടർ ഇൻക്രീസസ് ഫ്രം പി ടു P1. അതായത് ബട്ടറിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു. ജനറൽ ലോ ഓഫ് ഡിമാൻഡ് എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതായത് ബട്ടറിന്റെ പ്രൈസ് കൂടുമ്പോൾ ബട്ടറിന്റെ ഡിമാൻഡ് കുറയും, ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ബട്ടറിന്റെ ഡിമാൻഡ് കുറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയ ബ്രെഡിന്റെ ഡിമാൻഡും കുറയും. അതാണ് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ളത്. അതായത് when the price of butter increases from P to P1, its complement, അതായത് ബ്രെഡിന്റെ ഡിമാൻഡ് ഡിക്രീസസ് ഫ്രം Q to Q1. ബട്ടറിൻ്റെ പ്രൈസ് കൂടുന്നു, ബ്രെഡിൻ്റെ ഡിമാൻഡ് കുറയുന്നു. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ എങ്ങനെയാണ് റിലേഷൻ എന്ന് നോക്കാം. എക്സ് ആക്സിസിലുള്ളത് ഡിമാൻഡ് ഓഫ് ടീ ഇൻ യൂണിറ്റ്സ് ആണ്. പ്രൈസ് ഓഫ് കോഫി ഇൻ റുപ്പീസ് ആണ് വൈ ആക്സിസിലുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതും സെയിം തന്നെയാണ്. പ്രൈസ് ഓഫ് കോഫി ഇൻക്രീസസ് ഫ്രം P to P1. അതായത് കോഫിയുടെ പ്രൈസ് കൂടുന്നു. കോഫിയുടെ പ്രൈസ് കൂടിയാൽ കോഫിയുടെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഡിമാൻഡ് കുറയും. അപ്പോൾ ടീയുടെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് കാപ്പിയുടെ ഡിമാൻഡ് കുറഞ്ഞു, ആൾക്കാർ കാപ്പി കുടിക്കുന്നത് കുറഞ്ഞു.
അപ്പോൾ എന്ത് ചെയ്യും? ദേ വിൽ സ്വിച്ച് ടു ടീ ബിക്കോസ് ടീ ഈസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ടീയുടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് ഓഫ് ടീ ഇൻക്രീസസ്. അതായത് വെൻ ദ പ്രൈസ് ഓഫ് കോഫി ഇൻക്രീസസ് ഫ്രം P to P1, ഇറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ടീസ് ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം Q to Q1. നേരത്തെ നമ്മൾ ഓപ്പോസിറ്റ് ആയിരുന്നു കണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസ് വരുമ്പോൾ ദ ഡിമാൻഡ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസസ്. സോ ഇതാണ് ഒരു ബേസിക്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടീ ആൻഡ് കോഫി ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് വൺ അനദർ. ഇൻ പ്ലേസ് ഓഫ് വൺ അനദർ, അതായത് ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. നേരത്തെ നമ്മൾ ഓപ്ഷൻസ് വായിച്ചപ്പോൾ നമ്മൾ കണ്ടു ടീ ആൻഡ് കോഫി ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ നേരത്തെ പഠിച്ചു, റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് വൺ അനദർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ ഓപ്ഷൻ സി എന്തായാലും ഉണ്ട്. ആൻഡ് നൗ നമ്മൾ ഓപ്ഷൻസിലൂടെ ഒന്ന് നോക്കുമ്പോൾ 2 ഓപ്ഷൻസിലാണ് സി വരുന്നത്. സോ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി ബാക്കിയുള്ളത് സി ആൻഡ് ഡി, ബി ആൻഡ് സി. എന്നാലും നമുക്ക് എ തൊട്ടുള്ള ഓപ്ഷൻസ് ഒന്നുകൂടെ ജസ്റ്റ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് വിൽ ജസ്റ്റ് ഗോ ത്രൂ. ഓപ്ഷൻ എ, ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടീ ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ കോഫി. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടീയുടെ പ്രൈസ് കൂടുന്നു എന്ന് പറയുമ്പോൾ, അതായത് ടീയുടെ പ്രൈസ് ഇൻക്രീസസ്, അതായത് ടീയുടെ ഡിമാൻഡ് കുറയും. ടീയുടെ ഡിമാൻഡ് കുറയും. പക്ഷെ അതേസമയം കോഫിയുടെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക. ഡിമാൻഡ് ഫോർ കോഫി വുഡ് ഇൻക്രീസ്. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. എ ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. അടുത്ത, ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടീ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ കോഫി. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടീ, കോഫിയുടെ ഡിമാൻഡ് കൂടി. അതായത് ഓപ്ഷൻ ബി ശരിയാണ്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമുക്ക് ബാക്കിയുള്ള 2 ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടീ, ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ടീ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് കോഫി എന്നാണ് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് കോഫി. അതായത് ടീയുടെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നു, പ്രൈസ് കുറഞ്ഞു. ടീയുടെ പ്രൈസ് കുറയുന്നു എന്ന് പറയുമ്പോൾ ടീയുടെ ഡിമാൻഡ് കൂടും. ടീയുടെ ഡിമാൻഡ് കൂടും. അപ്പോൾ കോഫിയുടെ ഡിമാൻഡിന് എന്താണ് സംഭവിക്കുക? കോഫിയുടെ ഡിമാൻഡ് കുറയും. ദ ഡിമാൻഡ് ഫോർ കോഫി വുഡ് ഡിക്രീസ്. പക്ഷേ കോഫിയുടെ പ്രൈസിനെ പറ്റി നമുക്കിവിടെ പറയാൻ കഴിയില്ല. ഇറ്റ് മേ ഇൻക്രീസ്, ഇറ്റ് മേ ഡിക്രീസ്, വി ഡു നോട്ട് നോ. കോഫിയുടെ പ്രൈസിനെ കാരണം നിർണ്ണയിക്കുന്നത് ടീയുടെ പ്രൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് വേണോ സംഭവിക്കാം. സോ ഈ അൺസർട്ടനിറ്റി നിലനിൽക്കെ ഡി എന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. ആൻഡ് ദ ഫൈനൽ ഓപ്ഷൻ, ടീ ആൻഡ് കോഫി ആർ കോംപ്ലിമെന്ററി ഗുഡ്സ് അല്ല. സോ the answer is B and C only. Thank you. For more content like this, please subscribe to the YouTube channel of Grad Mentor.